ഹായ് ഓൾ. നമ്മുടെ രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയുടെ കാവൽക്കാരാണ് FCI. മാത്രവുമല്ല, ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് FCI എന്ന് പറയുന്നത്. അങ്ങനെ 2026 FCIയിലേക്കുള്ള ജോലിയുടെ അവസരങ്ങളെ പറ്റിയുള്ള കൃത്യമായ ഒരു ധാരണ പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം FCIയിലേക്ക് വ്യത്യസ്തങ്ങളുള്ള പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോൾ അതിന് ആധികാരികമായിട്ട് FCI തന്നെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ വന്നിരിക്കുന്നു, ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് എത്രമാത്രം വേക്കൻസികളാണ് വരാൻ സാധ്യത എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചും അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ തന്നെ ഏരിയ തന്നെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് FCI. മറ്റ് എല്ലാ പോസ്റ്റുകളിലേക്കും ഒരുപക്ഷെ കോമൺ ആയിട്ട് എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുമ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന കുറച്ച് പോസ്റ്റുകളാണ്. അപ്പോൾ മറ്റ് പോസ്റ്റുകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുവാനും മാത്രമല്ല ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു എക്സാമിനേഷനാണ്. ഇനി നമുക്ക് ഇതിന്റെ കാറ്റഗറിയിൽ ഏതൊക്കെ രീതിയിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് നോക്കാം. ഇതിൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പ്രധാനമായിട്ട് വരുന്നത് കാറ്റഗറി 1, 2 ആൻഡ് 3 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനിയും ഇതിനകത്ത് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷനും ഒപ്പം തന്നെ സ്കിൽ ടെസ്റ്റും ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഇതിന്റെ ഒരു പ്രൊസീജിയർ നടക്കുക. ഇനി ഇതിന്റെ എക്സ്പെക്ടഡ് വേക്കൻസികൾ എത്രയാണെന്നാണ്. ആകെ മൊത്തം ഏതാണ്ട് 33,000-ലധികം വേക്കൻസികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു നമ്പർ ഓഫ് വേക്കൻസി അല്ല ഇവിടെ പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ ഏതാണ്ട് 33,000-ലധികം വേക്കൻസികളാണ്. പലപ്പോഴും റെയിൽവേയിൽ ഒരു തസ്തികയിലേക്ക് വരുന്ന വേക്കൻസിയേക്കാളും കൂടുതൽ ഈ ഒറ്റ പോസ്റ്റിനുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ഇനിയും എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ 2 തരം കാറ്റഗറിയാണുള്ളത്. ആദ്യത്തേത് കാറ്റഗറി 2 മാനേജറിയൽ പോസ്റ്റ് ആണ്. കൂടുതലും മാനേജറിയൽ പോസ്റ്റിലാണ് നമ്മുടെ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ വരുന്നത്. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള അസിസ്റ്റന്റ് കാറ്റഗറിയിലും ഇവർക്ക് നിയമനം കിട്ടും. അതായത് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്നൊക്കെ പറയുന്ന അഗ്രികൾച്ചർ പോസ്റ്റും ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാറ്റഗറി 2ലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഇതിനകത്ത് ജനറൽ മാനേജ്മെന്റ് റോൾസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ഓപ്പറേഷൻസ് ഉണ്ട്, ഇനി എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ലെവലുകളിലേക്ക് ഈ ഒരു കാറ്റഗറി 2 മാറുന്നുണ്ട്. ഇനി കാറ്റഗറി 3ലേക്ക് വരുമ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3, സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ് തുടങ്ങിയ മേഖലകളാണ് വരുന്നത്. ഇത് അഗ്രികൾച്ചർ മേഖലയിലുള്ളവർക്ക് ഈ പറയുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് 3 മാത്രമേ വരികയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഗ്രേഡ് 2ലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്നത് ജനറൽ മാനേജ്മെന്റിലും സ്പെഷ്യലൈസ്ഡ് ഓപ്പറേഷൻസിലുമാണ് അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമായിട്ടും റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. ഇനി ഗ്രേഡ് 3ലേക്ക് വരുമ്പോഴും ഈ പറയുന്ന കൺസേൺഡ് മേഖലയിൽ, അതായത് ഗ്രേഡ് 2ലും ഗ്രേഡ് 3ലും കൺസേൺഡ് മേഖലയിൽ ഉള്ള റെക്കഗ്നൈസ്ഡ് ഇതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ സ്ട്രീമിലുള്ളവർക്ക് അഗ്രികൾച്ചർ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധിയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പ്രായം ഏതാണ്ട് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് പ്രായം പറയുന്നത്. അതുകൂടാതെ മാനേജർ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 35 വയസ്സ് വരെയും അപേക്ഷിക്കാനുള്ള പ്രായപരിധി കിട്ടുന്നുണ്ട്. ഇപ്പം ഇതിലൊക്കെ ഏജ് റിലാക്സേഷൻ കൂടി ബാധകമാണ്. അതായത് ജനറൽ, OBC തുടങ്ങിയ വിഭാഗങ്ങൾ, അതായത് ജനറൽ വിഭാഗത്തിലല്ല, OBC വിഭാഗങ്ങൾക്ക് 3 വർഷം, അതായത് നോൺ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 വർഷം ഇളവ് കിട്ടും. ഇനിയും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 5 വർഷം ഇളവ് കിട്ടും. അപ്പം ഓർത്തിരിക്കേണ്ടതാണ്, ഇത് ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 28 വയസ്സ് വരെയും, എന്നാൽ മാനേജർ പോസ്റ്റിലേക്ക് 35 വയസ്സ് വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപേക്ഷിക്കാൻ പറ്റും. മാത്രമല്ല റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പോസ്റ്റുകൾക്ക് അതാത് കാലഘട്ടത്തിലെ ഏജ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനിയും ഇതിന് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അപേക്ഷിക്കാനുള്ള ഫീസാണ്. ഇവിടെ ജനറൽ, OBC, അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 800 രൂപയാണ് ഫീസ്. ഇനിയും SC, ST, PWD ഫീമെയിൽ കാൻഡിഡേറ്റിന് ഫീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ്. നിങ്ങളുടെ തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷനിൽ എക്സാമിനേഷന്റെ ഡേറ്റ് ഉണ്ടാവും, ഹാൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് ഉണ്ടാവും, ഏറെക്കുറെ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടൊരു 3 മാസം പോലും ഉണ്ടാവില്ല എക്സാമിനേഷനിലേക്കുള്ള ദൂരം. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് അനിവാര്യമാണ്. ഇപ്പൊ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് പഠിക്കുന്നതിനും ലക്ഷ്യം നേടിയെടുക്കുന്നതിനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ടെക്നിക്കൽ കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് തയ്യാറെടുപ്പുകൾ തുടങ്ങുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ്. അത് കിട്ടുവാനുള്ള ഒരു വലിയ അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.